നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഇന്ന് നമ്മൾ 2 കൊരിന്ത്യർ 9 അധ്യായം 11 വാക്യം മുതലാണ് ചിന്തിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന യേശുനാഥ, നിൻ്റെ വചനം പ്രഘോഷിക്കത്തക്കവണ്ണം നീ ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നു, ആരോഗ്യം തന്നു. കർത്താവേ, നിനക്ക് സ്തോത്രം. വായ തുറക്കുമ്പോൾ കർത്താവിൻ്റെ സ്തുതികൾ പാടുവാനും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ, ആശയങ്ങൾ കർത്താവെ, അത് കർത്താവ് തരുന്നവ, കർത്താവിൻ്റെ ഹിതപ്രകാരം തരുന്നവ മറ്റുള്ളവരോട് പറയുവാൻ കർത്താവ് സഹായിക്കണമേ. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവവചനങ്ങൾ ആഴമായി പതിയാനും അതവരുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനവും ഉണ്ടാക്കി കർത്താവെ, ആത്മീയമായൊരു പക്വത പ്രാപിക്കുവാനും നിന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും നിൻ്റെ മക്കളായിട്ട് കർത്താവെ പ്രവർത്തിക്കുവാനും നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമീൻ. ഞാൻ 9:11 വാക്യം ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. ദൈവം എല്ലാ വിധത്തിലും നിങ്ങളെ സമ്പന്നരാക്കുന്നു. അത് ഉദാരശീലരാകേണ്ടതിനാണ് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സമ്പന്നരാക്കിയാൽ നമുക്ക് ശേഖരിച്ച് വെക്കാനുള്ളവയല്ല, അത് ഉദാരശീലം നമ്മളിൽ വളർത്താനാണ്. അദ്ധ്യായത്തിൻ്റെ മുൻഭാഗങ്ങളിലും അവരുടെ ആ ഉദാരമായ മനസ്ഥിതി കൊണ്ട് അവർ ജെറുസലേം സഭയെ സഹായിക്കുന്ന കാര്യങ്ങളാണ് എഴുതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളെ സമ്പന്നരാക്കുന്നതിന് ദൈവം അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിനാണ്. അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ദാനം ചെയ്യുന്നു, നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നല്ലോ, അതിന് ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. അപ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു, ദൈവനാമം മഹത്വപ്പെടുന്നു, നിങ്ങൾ ജെറുസലേം സഭയെ സഹായിക്കുന്നു. ഇതൊക്കെ ഒന്നിച്ചങ്ങ് നടക്കുകയാണ്. ഇതിൻ്റെ ഒരു കാര്യത്തിൻ്റെ പരിണിത ഫലമാണ്. ഇതിന് എല്ലാം വേണ്ടി കർത്താവ് നിങ്ങളെ സമ്പന്നരാക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മളെയൊക്കെയും എത്രമാത്രം സമ്പന്നരാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും അതിൻ്റെ അകത്തൊരു സൂചനയുണ്ട്. കർത്താവ് നമ്മളെ ഏതെല്ലാം വിധത്തിലാണ് സമ്പന്നരാക്കുന്നത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വാക്യങ്ങളൊന്ന് പറയുകയാണ്. നമ്മളെ സമ്പന്നരാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആഗ്രഹമുണ്ടല്ലോ നമ്മൾ ആത്മീയമായി സമ്പന്നരാകാൻ. ആത്മീയമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ സമ്പന്നരാകണം. അതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്നേഹത്തിൽ വളരണം, വളർച്ച വരണം. ശിശുക്കളെ പോലെ ആയിരുന്നാൽ പോരാ, നമ്മൾ പക്വത പ്രാപിക്കണം എന്നൊക്കെ പൗലോസ് പറയുന്നതിൻ്റെ കാര്യം ഇതാ. നമ്മൾ വളർന്നു വരണം, സ്നേഹത്തിൽ വളർന്നു വരണം. 1 തെസ്സലോനിക്ക 3:12 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം
വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നിങ്ങൾക്ക് തമ്മിൽ മറ്റുള്ളവരോടും, അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് തമ്മിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭാവിശ്വാസികളെ തമ്മിൽ, എന്നിട്ട് മറ്റുള്ളവരോട് നമ്മൾ വിരോധം വെച്ചുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ. മറ്റുള്ളവരോടും സ്നേഹത്തിൽ വളർന്നു വരണം. അതിന് കർത്താവ് സഹായിക്കട്ടെ, ഇടവരുത്തട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ പൂർണ്ണതയിലേക്ക് വളരണം. നമ്മളെ സ്നാനപ്പെട്ട് കഴിഞ്ഞു, മാമോദിസ സ്വീകരിച്ച് കഴിഞ്ഞു, എന്നിട്ട് അന്ന് കിട്ടിയ ശിശുവിന് തുല്യമായ ചില അറിവുകൾ അത്രയൊക്കെ ഉണ്ടായിരുന്നാൽ മതിയോ? അല്ല, നമ്മളെ അറിവിൽ പൂർണ്ണത പ്രാപിക്കണം. ഹെബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകണമെന്ന്. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. 1-ാം ക്ലാസ്സിൽ നമ്മൾ ചേർക്കുന്ന നമ്മുടെ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകം വായിച്ച് പഠിക്കും. എന്നും അതങ്ങ് വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? വളർന്നു വരണം, പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയിർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ ആദ്യമേ നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ്. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. നിർജീവ പ്രവൃത്തികൾ പണ്ട് ക്രിസ്ത്യ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് പല കാര്യങ്ങളൊക്കെ ചെയ്തു. നിർജീവമായ പ്രവൃത്തികളായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്നു. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം. ജനങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്. മരിച്ചവരൊക്കെ പുനരുത്ഥാനം നടത്തി ദൈവത്തിൻ്റെ കൂടെ സ്വർഗരാജ്യത്തിലിരിക്കുമോ ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പോൾ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നിത്യവിധി, ഒരു വിധിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തോണം. അതോടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം കൂടാണ്. അത് ഓർത്തോണം നമ്മൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഥമ പാഠങ്ങളാണ്, ആദ്യമേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് കടന്ന് പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇതാണ് പൗലോസ് പറയുന്നത്. എനിക്കറിയാം, ഞാൻ സൺഡേ സ്കൂളിന് 2-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതല്ല, നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അത് ബൈബിൾ അങ്ങനെ പഠിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ ബൈബിളിലുണ്ട്. അപ്പോൾ നമ്മളത് കൂടുതൽ ആഴമായി പഠിക്കണം, പക്വതയിലേക്ക് വരണം. മൂന്നാമത്തെ കാര്യം, വചനം മൂലം നമ്മൾ വളരണം. പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2:2 രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ആകാംക്ഷിക്കുവീൻ, യാചിക്കുവീൻ. നമ്മൾ പാലിന് വേണ്ടി ആഗ്രഹിക്കണം. പൈതങ്ങൾ പാലിന് വേണ്ടി എങ്ങനെ ചോദിക്കുന്നുവോ അതുപോലെ നമ്മൾ ആത്മീയമായ പാലിന് വേണ്ടി ചോദിക്കണം, യാചിക്കണം. കുഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയാം എന്നൊരു വാചകം നമ്മൾ മലയാള പാഠപുസ്തകങ്ങളിൽ പണ്ട് വായിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. കുഞ്ഞ് കരയുന്നത് മാത്രമേ ഉള്ളൂ. പാലിന് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകും, പാലെടുത്ത് കൊടുക്കും. നമ്മൾ ഈ കുഞ്ഞുങ്ങളെപ്പോലെ യാചിക്കണം. എന്തിനു വേണ്ടി? ആത്മീയമായ പാലിന് വേണ്ടി. അത് പരിശുദ്ധമാണ്. ആത്മീയമായ പിന്നെ അത് പരിശുദ്ധമായിരിക്കുമല്ലോ. ആത്മീയമായ പാലിന് വേണ്ടി അത് പരിശുദ്ധമാണ്. അതിനുവേണ്ടി ഈ കുഞ്ഞുങ്ങളെ യാചിക്കുന്ന പോലെ നമ്മളും യാചിക്കണം. ഒരിക്കൽ വേദപുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? വൈകിട്ട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേദപുസ്തകമൊന്നും വായിക്കാറില്ല. പെട്ടെന്നൊരു കുരിശൊക്കെ വരച്ചേച്ച് പോയി അങ്ങ് കിടന്നുറങ്ങും എന്ന ആ രീതിയിലായി പോകരുത് നമ്മുടെ ജീവിത രീതി.
ബൈബിൾ വായിക്കണം, അത് പഠിക്കണം. നമ്മളങ്ങ് വായിച്ച് പഠിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തരും. അറിയത്തില്ലെങ്കിൽ ചില അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കാമല്ലോ. അങ്ങനെ പഠിച്ച് വളർന്നു വരണം. നാലാമത്തെ കാര്യം പത്രോസ് പറയുന്നത് ക്രമാനുഗതമായി വളരണം. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച് ഉടൻ തന്നെ 10-ാം ക്ലാസ്സിലെ പുസ്തകമല്ലല്ലോ പഠിക്കുന്നത്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമാനുഗതമായി വളരണം. പത്രോസ് നമ്മളോട് പറയുകയാണ്, 2 പത്രോസ് 1-ാം അധ്യായം 5-6 വാക്യങ്ങളുടെ, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, വിശ്വാസം കഴിയുമ്പോൾ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. നമ്മുടെ ചെയ്യുന്ന സുഹൃതങ്ങൾ ജ്ഞാനപൂർണമായിരിക്കണം. എന്തെങ്കിലും അങ്ങ് ചെയ്യുമല്ല, അതിൻ്റെ പുറയിലൊരു ജ്ഞാനം വേണം. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവീൻ. ഒരു ക്രമാനുഗതമായ വളർച്ച നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ശാരീരികമായ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചാലും 5 വയസ്സുള്ള ആ വളർച്ച, ഉയരം 6-ാം വയസ്സാകുമ്പോഴത്തേന് കുറച്ചുകൂടി ഉയരം വെക്കണ്ടേ? ഉയരം വെക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് വിഷമമാകും. എൻ്റെ കുഞ്ഞ് വളരുന്നില്ലല്ലോ. 10-ാം ക്ലാസ്സിലാകുമ്പോൾ 5 അടി മേളിലൊക്കെ അങ്ങാകും. അപ്പം വളർന്നു വരുന്നതിലാണല്ലോ മാതാപിതാക്കന്മാർക്ക് സന്തോഷം. ആത്മീയ കാര്യങ്ങളിൽ അത് നമ്മൾ ഓർത്തോണം. വളർന്നു വരണം. ആദ്യത്തെ പോലെ കുഞ്ഞായിട്ടങ്ങ് ഇരുന്നാൽ പോരാ, ദൈവത്തിന് സന്തോഷം ഉണ്ടാകും. അപ്പോൾ അത് ക്രമാനുഗതമായിട്ടാണ്. ഓരോ വർഷം ഓരോ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വളർന്ന് വളർന്ന് വരും. ക്രമാനുഗതമായി വളരണം. അപ്പോൾ അതിന് നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന ചുരുക്കം. എഫേസോസ് 4:16 ഞാൻ വായിക്കാം. യേശുക്രിസ്തു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിച്ച് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച തന്നെ നോക്കിയാൽ കൈ അങ്ങ് വളരുകയും കാല് പഴയതുപോലെ ഇരിക്കുകയല്ല. എല്ലാ അവയവങ്ങളും അതിൻ്റെ ക്രമമായി ഭംഗിയായി വളർന്ന് വളർന്ന് വരണം. ചെവി മാത്രം അങ്ങ് വളർന്ന് വരുന്നാലോ ആനെപ്പോലെ ആയിപ്പോകത്തില്ലേ? അങ്ങനെ ക്രമമായി എല്ലാ ഭാഗങ്ങളും അതിന് ശരിയായ രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാകണം എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണം. നമ്മൾ ആത്മീയമായ ഒരു പക്വത പ്രാപിക്കണം. അതിന് വീണ്ടും എന്താണ് ഒരു പക്വതയിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വളർന്നു എന്നുള്ളത് ശരിയാ, എൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരണം, പക്വതയാകണം. നമ്മളെ സംബന്ധിച്ച് മാനുഷികമായ രീതിയിൽ നമ്മൾ പറയുമല്ലോ, ആൾ വലിയ മിടുക്കനാ, അറിവുള്ളവനാ, പക്ഷെ പക്വത കുറവാണ്. ആത്മീയമായ രീതിയിലും നമ്മൾ ഒരു പക്വത പ്രാപിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ പക്വത പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ബാലിശം മാറ്റി വയ്ക്കണം. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ശിശുക്കളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴോ, തൃത്വത്തെക്കുറിച്ച് പറയുമ്പോഴോ, മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോഴോ
കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ, രീതിയിൽ നമ്മളത് അവതരിപ്പിക്കും. അതുകൊണ്ട് എന്നും ആ അറിവ് മതിയോ? കൂടുതലായിട്ട് അറിവ് വരണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ബാലിശമൊക്കെ മാറ്റി പക്വത പ്രാപിച്ച് വരണം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ജ്ഞാനം ഉണ്ടാകും. ബുദ്ധിയിൽ മുതിരണം. 1 കൊരിന്ത്യർ 14 അധ്യായം 20 വാക്യം പറയുന്നു, സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്വമതികളെപ്പോലെയും ആയിരിക്കുവിൻ. ചിലർ പറയും ശിശുക്കളെ പോലെ ആയിരിക്കണം. ഒരർത്ഥത്തിലാണ് പറയുന്നത്. ശിശുക്കളെ പോലെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. തിന്മയുടെ കാര്യം വരുമ്പോൾ അത് പാടില്ല. കുട്ടികൾക്കൊന്നും ഈ തിന്മകരമായ തെറ്റിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമില്ല. അവർ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനാണ് താല്പര്യം. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കണം. പക്ഷെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ഇരുന്നാൽ പോരാ, പക്വമതികളെ പോലെ ആയിത്തീരണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ശിശുക്കൾക്ക് കിട്ടിയ അറിവും അന്നത്തേത് പഠിച്ചു, പക്ഷേ അതുകൊണ്ടങ്ങ് ഇരുന്നാൽ പോരാ, വീണ്ടും പഠിച്ച് പക്വത പ്രാപിക്കണം. ബൈബിള് ഒരു ക്രമാനുഗതമായ രീതിയിൽ പഠിച്ചാൽ, വായിച്ചാൽ നമുക്കൊരു നിശ്ചിത സമയം കൊണ്ട് 1 വർഷം കൊണ്ട് തീർക്കണം എന്നുള്ള രീതി കണക്കാക്കി വേണമെങ്കിൽ അങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. വെറുതെ വായിക്കുകയല്ല, ആ ഓരോ വാക്കുകളൊന്ന് ശ്രദ്ധാപൂർവം നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് എന്നെ സഹായിക്കണമേ, എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതൊക്കെ വായിച്ചാൽ ആഴമായ ആശയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പിന്നീട് നമുക്ക് പക്വത പ്രാപിക്കാനുള്ളത്, നമുക്കൊരു മാതൃകയുണ്ട്. ആ മാതൃക പിന്തുടരണം. അത് ക്രിസ്തുവിൻ്റെ മാതൃക തന്നെ തുടരണം. മാതൃകയായിട്ട് പലരും നമുക്കുണ്ട്. നല്ല ജീവിതം നയിച്ച വിശുദ്ധരായ ആൾക്കാർ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല പ്രധാന പ്രവാചകന്മാരും അതുപോലൊക്കെയുള്ള വിശുദ്ധരായ നല്ല ആൾക്കാർ മാതൃകയാണ്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങ് മാതൃകയാക്കി എടുക്കാൻ ക്രിസ്തുവിനെ നോക്കണം. എഫേസോസ്കാർ ലേഖനത്തിൽ 4 അധ്യായം 14-15 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടി ഇരിക്കുന്നു. ക്രിസ്തുവിനെയാണ് നമ്മൾ മാതൃകയായിട്ട് നോക്കേണ്ടത്. ക്രിസ്തുവിൽ നമ്മൾ വളരണം. പലർക്കും പറ്റുന്നത്, മനുഷ്യർ ചില ഉപദേശങ്ങളൊക്കെ തരും, കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകും. ആ ഉപദേശങ്ങളിൽ നമ്മൾ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കൾ ആകരുത്. ഈ അറിവ് നന്നായിട്ട്, ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ അത് ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടങ്ങ് ചരിയും. ആടി ഉലയും ഞാങ്ങണയൊക്കെ ആടി ഉലയുന്നത് പോലെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോകേണ്ടതെന്ന് അറിയത്തില്ല. ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു ശിശുക്കളാകരുത് നിങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിങ്കിലേക്ക് എല്ലാ വിധത്തിലും വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശിരസ് ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളർന്ന് വരേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. പിന്നീട് ആ പക്വത പ്രാപിക്കാൻ വേണ്ടി 4ാമത്തെ പോയിൻ്റ്, സുവിശേഷത്തിൻ്റെ ആഴമുള്ള സത്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്. ഹെബ്രായ ലേഖനം 5:14, കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. കട്ടിയുള്ള ഭക്ഷണം അത് ഈ പക്വതയാർന്നവർക്കുള്ളതാണ്. നമ്മൾ കട്ടിയുള്ള ഭക്ഷണം ഇതിൻ്റെ അകത്തുണ്ട്.
എന്ന് ഈ പാലെന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ, കട്ടിയുള്ള ഭക്ഷണം. അത് വചനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് തന്നെ ബൈബിൾ വായിക്കുമ്പോൾ അത് മനസ്സിലായില്ല. കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവർ പറയും ആ ഭാഗം എനിക്ക് മനസ്സിലായില്ല എന്നവർ പറയുമല്ലോ. പക്ഷെ അത് നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രായങ്ങൾക്കനുസരിച്ച് ആ വളർച്ച വരണം. കട്ടിയുള്ള ഭാഗം ആർക്കുള്ളതാണ്? അത് പക്വത വന്നവർക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ പക്വത പ്രാപിച്ച് അത് പഠിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളത്. പക്വത ആർന്നവർക്കാണ് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ്. അതായത് ചില കാര്യങ്ങൾ തെറ്റാണോ, അങ്ങനെയുള്ള തർക്കവിഷയങ്ങൾ ഇപ്പോഴും പല വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അത് തെറ്റല്ല, ഇങ്ങനെയൊക്കെ ആകാം എന്നൊക്കെ ഓരോരുത്തർ അവരുടേതായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു, അതിനെ എങ്ങനെ നമ്മൾ വിവേചിച്ചെടുക്കണം എന്ന് പഠിക്കണമെങ്കിൽ ബൈബിളിൽ ആഴമായ അറിവ് നമുക്ക് വേണം. അതിനെ സംബന്ധിച്ച വിശദീകരണങ്ങൾ, എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉള്ള പുസ്തകങ്ങളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് വായിച്ച് പഠിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള വിവേചിച്ചറിയാനുള്ള കഴിവ് ഈ പക്വതയുള്ളവർക്ക് ഉണ്ടാകും. യോഹന്നാൻ ഒരു കാര്യം പറയുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ 5-ാമത്തെ കാര്യം, പരീക്ഷകളെ ജയിക്കുമ്പോൾ നമുക്ക് പക്വത വന്നോ ഇല്ലയോ എന്നോ നമ്മളൊരു പരിശോധനയാണ്. ജയിച്ചാൽ നമുക്ക് പറയാം ആ കാര്യത്തിൽ പക്വത വന്നിട്ടുണ്ട്. 1 യോഹന്നാൻ 2:14, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയും ചെയ്യുന്നു. യുവാക്കളോട് പറയുന്നൊരു കാര്യമാണ് യോഹന്നാൻ. നിങ്ങൾ ഈ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുകയാണെങ്കിൽ ദുഷ്ടനെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പം ദുഷ്ടനെ നമ്മൾ ജയിച്ചാൽ വേറൊരാൾക്ക് മനസ്സിലാകും അവനിൽ ദൈവവചനം വളർന്ന് പക്വത പ്രാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ വാക്യത്തിൽ 11-ാം വാക്യത്തിലെ പക്വത പ്രാപിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ആത്മീയ സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ ചിന്തിച്ചത്. ആത്മീയ സമ്പത്തിനെക്കുറിച്ച് തന്നെ ധാരാളം കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാനും കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. 1 സുഭാഷിതങ്ങൾ 8:18, സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കൽ ഉണ്ട്. ദൈവത്തിൻ്റെ അടുക്കലുണ്ടെന്ന്. എന്തെല്ലാം ഉണ്ട്? ആത്മീയമായ സമ്പത്ത് നമുക്ക് കുറച്ച് വേണം. അതിന് നമ്മളെ സമീപിക്കേണ്ടത് ആരെയാ? ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ എന്തൊക്കെയുണ്ട്? സമ്പത്ത്, ബഹുമാനം, നിലനിൽക്കുന്ന ധനം, എപ്പോഴും നശിച്ചു പോകുന്ന ധനമല്ല, നിലനിൽക്കുന്ന ധനം, ഐശ്വര്യം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അപ്പം അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. നിലനിൽക്കുന്ന ധനവുമുണ്ട്, ഐശ്വര്യമുണ്ട്. ചിലർക്ക് പെട്ടെന്നൊരു ഐശ്വര്യം ഉണ്ടാകുന്നത് കാണാം, പക്ഷേ പെട്ടെന്ന് തന്നെ അങ്ങ് അധപ്പതിച്ച് പോകുന്നത് കാണാം. ദൈവത്തിൻ്റെ അടുത്തേക്കാണോ അവർ പോയത് എന്നൊരു സംശയമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും ബഹുമാനവും ഉണ്ട്, സമ്പത്തും അവിടെയുണ്ട്. സുഭാഷിതങ്ങൾ തന്നെ 10:22 പറയുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അപ്പോൾ സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അപ്പോൾ സമ്പത്ത് എവിടുന്ന് കിട്ടുന്നു? അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. സമ്പത്ത് തരുന്നത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വേണം വിനിയോഗിക്കാൻ. അപ്പോൾ സമ്പത്ത് തരുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതിനോട് ചേർന്ന് അങ്ങനെ കർത്താവ് തരുമ്പോൾ അതിൽ ദുഃഖം കലർത്തുന്നില്ല. പലരുടെയും ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, സമ്പത്ത് ചിലപ്പോൾ വർദ്ധിക്കും, പക്ഷെ വർദ്ധിക്കുന്ന സമ്പത്തിനോട് ഒപ്പം അവരുടെ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അതിൽ കലരും. ദൈവം ഒരു പരീക്ഷയോ അവരെ കാര്യങ്ങൾ ചിലത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നതോ ആയ ചില ദുഃഖങ്ങളായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഗ്രഹിച്ചിരിക്കണം,
കർത്താവ് തരുന്ന സമ്പത്ത്, അനുഗ്രഹിച്ച് നമുക്ക് തരുന്ന സമ്പത്തിൽ അതിനോട് ചേർന്ന് ദുഃഖം കലർത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഗ്ലാസ് നല്ല പാല് ഒരാൾ നമുക്ക് തരുന്നെന്ന് വിചാരിക്കുക. ഒരു ഗ്ലാസ് പരിശുദ്ധമായ പാല് പരിശുദ്ധമാണെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കുടിക്കാമല്ലോ. പക്ഷേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ പല സംഭവങ്ങളുണ്ടാകുന്നില്ലേ? കർത്താവ് തരുന്നിടത്ത് അതിൽ ദുഃഖം കലർത്തുന്നില്ല. വീണ്ടും എഫേസോസ് 1:18 എപ്പോഴാണ് നമ്മൾ ഈ ആത്മീയ സമ്പത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? പൗലോസ് പറയുന്നത് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെടണം. അപ്പോഴാണ് അത് കാണുന്നത്. നമുക്ക് കുറച്ച് ആത്മീയ സമ്പത്ത് ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, അത് കാണുന്നത് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. നേത്രം 2 തരത്തിലുണ്ടെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ആന്തരിക നേത്രം, ബാഹ്യമായ നേത്രം. ബാഹ്യമായ നേത്രം നമുക്ക് മനുഷ്യൻ എന്നുള്ള നിലയിൽ ശരീരത്തോടു കൂടിയവനായതുകൊണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച അത്യാവശ്യമാണ്. കാഴ്ചയില്ലാത്തൊരു കാഴ്ച യേശുപ്പച്ചൻ കൊടുത്തു, അതാവശ്യമാണ്. അതും കൊണ്ട് തെറ്റ് ചെയ്യുന്നവരുമുണ്ട്. പാപം ചെയ്യാൻ പാടില്ല. പാപം ചെയ്യാൻ പ്രേരണ നൽകുന്നതിനെക്കാട്ടും നല്ലത് അതങ്ങ് ചുഴിഞ്ഞെടുത്ത് എറിഞ്ഞ് കളയുന്നതാണ് എന്നും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കാര്യമായി ശ്രദ്ധിച്ചോണം. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, ആന്തരിക നേത്രങ്ങൾ. ദൈവത്തിൻ്റെ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനും അത് കാണാനും ഒരു ആന്തരിക നേത്രം വേണം. ആത്മീയമായ ഒരു ചൈതന്യം, ആത്മീയമായ ഒരു ഔട്ട്ലുക്ക്, ആത്മീയമായ ഒരു വീക്ഷണഗതി ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഈ ആത്മീയ സത്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, വക്രതയാർന്ന ചില ഉപദേശങ്ങളൊക്കെ വരുമെന്ന്. അതിലൊന്നും നമ്മൾ ചാഞ്ഞ് വീണ് പോകേണ്ട കാര്യമില്ല. ബൈബിൾ എന്ത് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കാം. ആന്തരിക നേത്രങ്ങൾ തുറന്ന് അത് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കത് മനസ്സിലാകും. പൗലോസ് പറയുന്നത്, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രകാശിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. നമുക്കൊരു പ്രത്യാശ ഉണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 3 വാക്കുകൾ അതിപ്രധാനമാണെന്ന് ഞാൻ നേരത്തെ ചില പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 1, സ്നേഹം, ദൈവത്തെയും മറ്റെല്ലാവരെയും സ്നേഹിക്കുക. 2, വിശ്വാസം. വിശ്വാസമാണ് അതിപ്രധാനം. കാരണം വിശ്വാസമില്ലാതെ രക്ഷ നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസം, കർത്താവ് നമ്മളെ പരിപാലിക്കുന്നവനാണെന്നുള്ള വിശ്വാസം, കർത്താവ് എന്നെ കൃപ തന്ന് മുന്നോട്ട് നടത്തുമെന്നുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രത്യാശയുണ്ട്. ഒരു പ്രത്യാശയാണ് നമ്മളെ നടത്തുന്നത്. ഇവിടൊക്കെ ഈ ലോകത്തിലെ കഷ്ടപ്പെട്ടൊക്കെ അങ്ങ് ജീവിച്ചാലും നമുക്ക് ഒരു സ്വർഗത്തിൽ ഒരു ഭവനം നമുക്കായിട്ട് കർത്താവ് പണിതീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് തരും എന്നുള്ള പ്രത്യാശ നമുക്ക് വേണം, ഉണ്ട്. ആ പ്രത്യാശ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കുമ്പോഴാണ്. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ ഇവിടത്തെക്കുറിച്ച് ഒന്നും വിഷമിക്കണ്ട. കാരണം ഇവിടെ വരുന്ന വിഷമതകൾ താൽക്കാലികമായിട്ടുള്ള ചില കഷ്ടതകൾ മാത്രമാണ്. അതിനപ്പുറത്ത് പ്രാപിക്കാനിരിക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ, ഭവനം, കർത്താവിനോട് കൂടെ ഒന്നിച്ചിരിക്കുക, കർത്താവിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്കുചേരുക, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കേണ്ടതായിട്ടുണ്ട്. അത് കർത്താവ് തുറന്നു തരും. അപ്പോൾ ആ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഈ പ്രത്യാശയെക്കുറിച്ച് മോശയുടെ ജീവിതത്തെക്കുറിച്ച് പൗലോസ് ഹെബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്. മോശ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, തനിക്ക് ലഭിക്കാനിരിക്കുന്ന റിവാർഡ്, പ്രതിഫലത്തെക്കുറിച്ച്. ഈ എൻ്റെ സഹോദരങ്ങളോടുകൂടെ കഷ്ടപ്പെടുന്നതാണ്
ക്രിസ്തുവിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ഈജിപ്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് സുഖമായിരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് എനിക്കൊരു പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലത്തെ പ്രത്യാശിച്ചുകൊണ്ടാണ് മോശ മുന്നോട്ട് പോയത് എന്നൊരു ദൃഷ്ടാന്തമായിട്ട് പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആന്തരിക നേത്രങ്ങൾ തുറക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹത്വത്തിൻ്റെ സമൃദ്ധിയെ മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൻ്റെ മഹത്വത്തിലാണ് നമുക്ക് പങ്ക് കിട്ടുന്നത്. നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും ആ കർത്താവിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്ക് കിട്ടുമല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ്റെ സിംഹാസനത്തിൽ അവനോടുകൂടെ ഇരുത്തുമെന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഇവിടെ ഇരിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണം. ആന്തരിക നേത്രങ്ങൾ തുറന്നു തരുന്നത് കർത്താവാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് അപ്രമേയമാണ്. അതിത്രേ ഉള്ളൂ എന്ന് ഒരു അതിര് വെച്ച് പറയാനും നോക്കുന്ന കാര്യമല്ല. അത് അപ്രമേയമാണ്. പക്ഷേ അത് നമുക്കറിയാവുന്ന രീതിയിലെങ്കിലും അത് നമ്മൾ പ്രസംഗിക്കപ്പെടണം, മറ്റുള്ളവരോടത് പറയണം. അതിൻ്റെ ചുമതല നമുക്കുണ്ട്. കർത്താവിൻ്റെ സമ്പന്നതയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ചുമതലയുണ്ട്. എഫേസ്യസ് 3:8-9 വാക്യങ്ങളിൽ പൗലോസ് അതിൻ്റെ സൂചന തരുന്നുണ്ട്. വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും പൗലോസിന് കൊടുത്ത നിയോഗത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ബഹുമുഖ ജ്ഞാനം പ്രസംഗിക്കാനും ആ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം പ്രഘോഷിക്കാനും വേണ്ടി ആണ് അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഇനി ആത്മീയ സമ്പത്തിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ആത്മീയ സമ്പത്ത് ഭൗമികമായ സമ്പത്തിനെക്കാട്ടിൽ ഏറെ വിലയുള്ളതാണ്. അതിൻ്റെ വില അങ്ങനെ നമുക്ക് നിശ്ചയിക്കാനൊക്കത്തില്ല. അതാണ് ഹെബ്രായ ലേഖനം 11:26 മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി മോശ കരുതി. ഹെബ്രായ ലേഖനം 11:26 വാക്യം. വീണ്ടും ആ സമ്പത്തിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 20:32 നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കൃഷ്ടം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. അത് നമ്മൾ ശ്രദ്ധാപൂർവ്വം വാക്യങ്ങൾ ഓർക്കണം. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു. പൗലോസിൻ്റെ വാക്കുകളാണ്. നമ്മളെ തന്നെ കർത്താവിനും അങ്ങ് പരമേൽപ്പിക്കുന്നു, അവൻ്റെ വചനത്തിനും പരമേൽപ്പിക്കുന്നു. ആ വചനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് കൃപയുടെ വചനം. കൃപ നമ്മൾ എവിടെ കണ്ടെത്തുന്നത്? ക്രിസ്തുവിലാണ്. കൃപയുടെ വചനമാണത്. നമ്മൾ എന്തുമായിരിക്കുന്നോ ദൈവത്തിൻ്റെ കൃപയല്ല. ദൈവമക്കളായിട്ട് നമ്മളെ ഉയർത്തിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ വചനമെല്ലാം കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. ഈ വചനങ്ങൾ കേൾക്കാനും ഈ വചനമനുസരിച്ച് ജീവിക്കാനും വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് സാധ്യതയില്ലായിരുന്നു. പ്രജാതികളെ കൂടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അത് ദൈവത്തിൻ്റെ കൃപയല്ലേ? ഈ വചനമെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ നിങ്ങളെ ഈ കൃപയുടെ വചനത്തിന് പരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കൃഷ്ടം വരുത്തുന്ന സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഈ വചനത്തിന് രണ്ട് കാര്യങ്ങൾ കഴിയുന്ന കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഉത്കൃഷ്ടം വരുത്തും. മറ്റൊന്ന്, നിങ്ങൾക്കൊരു അവകാശം ലഭിക്കും. എവിടെ? സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം നിങ്ങൾക്ക് ലഭിക്കും.
ഞാൻ പണ്ട് പാപിയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിച്ച് മാറിയിരിക്കണ്ട. സകല വിശുദ്ധരുടെയും ഇടയിൽ നമുക്ക് അവകാശം തരും. ഏത് മൂലമാണ് ലഭിക്കുന്നത്? ഈ വചനം മൂലം, കൃപയുടെ ഈ വചനം മൂലം നമുക്ക് വിശുദ്ധരുടെ ഇടയിൽ അവകാശം ലഭിക്കും. അത് കർത്താവിൻ്റെ ഒരു സമ്പന്നതയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വീതമാണത്. അപ്പോസ്തല പ്രവൃത്തികൾ 26:17-18 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറയുന്നു, യേശു പറയുന്ന ഒരു വാചകമാണ് പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് അയക്കുന്ന ഒരു വാചകം. യേശു പറയുകയാണ്, ഞാൻ നിന്നെ അയക്കുന്നു, അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. നിന്നെ ഞാൻ അയക്കുന്നത് എന്തിനാണ്? അവരുടെ കണ്ണുകൾ തുറക്കണം. അവരുടെ കണ്ണ് തുറന്നിട്ട് അവരോട് ഇതിനെക്കുറിച്ചൊക്കെ എന്നെക്കുറിച്ച് പറയണം. എൻ്റെ വിശ്വാസം വഴി അവർക്ക് എന്ത് ലഭിക്കുന്നു? ഒരു സ്ഥാനം ലഭിക്കുന്നു. എവിടെ? വിശുദ്ധരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നു. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ അയക്കുന്നത് എന്ന്. അപ്പം ഇത് വലിയ സമ്പത്തിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്. അവിടെ നമ്മൾ എത്തിയിരിക്കുക. എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു കൃപയാണ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ സാധിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, നമുക്ക് ധാരാളം സമ്പത്ത് ലഭിച്ചു എന്നിരിക്കട്ടെ, നമ്മളത് എവിടാണ് സൂക്ഷിക്കുന്നത്? എവിടാണ് അത് സൂക്ഷിക്കുന്നത്? അതിനെക്കുറിച്ച് കർത്താവ് തന്നെ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:19, 20, 21 സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ച് യേശു ചെയ്ത പ്രസംഗത്തിൽ ഒരു വാചകമാണ്. കർത്താവ് പറയുകയാണ്, എവിടെയാണ് നമ്മൾ നിക്ഷേപം സൂക്ഷിച്ച് വയ്ക്കേണ്ടത്? യേശു പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. നിക്ഷേപത്തിന് 2 തരമുള്ള നിക്ഷേപങ്ങളുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ നമ്മൾ കരുതി വെക്കാവുന്ന ചില നിക്ഷേപങ്ങൾ, പണത്തിൻ്റെ കാര്യവും മറ്റ് വസ്തുവകളുടെ കാര്യമൊക്കെയാണ്. വേണ്ട, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്. യേശുപ്പച്ചൻ പറഞ്ഞ വാചകമാണ്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. താൽക്കാലികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഉറുമ്പ് കീടങ്ങളൊക്കെ വന്ന് നശിപ്പിച്ച് കളയും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. അനുഭവം നമുക്കുണ്ടല്ലോ. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. കുറച്ച് നിക്ഷേപം സമ്പത്ത് നമുക്ക് ലഭിച്ചു, അത് സ്വർഗത്തിൽ കരുതി വെക്കണം. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപിച്ചാലുള്ള ഗുണം ഈ കള്ളന്മാരൊന്നും മോഷ്ടിക്കത്തില്ല. അപ്പം നമുക്കുള്ളത് നമുക്കുണ്ട്, ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. പിന്നെ നമ്മളെ തന്നെ പരിശോധിക്കാൻ വേണ്ടി യേശു ഒരു വചനം കൂട്ടിച്ചേർത്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. പലർക്കും ഒരു സംശയമുണ്ട്, എൻ്റെ നിക്ഷേപം എവിടെയാണ്? അറിയത്തില്ല. ആത്മശോധന ചെയ്ത് നോക്കണം. ഇവിടുത്തെ ബാങ്കിലാണോ, എൻ്റെ അൽമാരിക്കകത്താണോ എൻ്റെ നിക്ഷേപമൊക്കെ വെച്ചിരിക്കുന്നത്, അതോ എൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണോ വെച്ചിരിക്കുന്നത്? അത് പരിശോധിച്ച് നോക്കാൻ ഒരു ഉരകല്ല്, ഒരു അളവുകോല് കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയം. അപ്പം പിന്നെ നിക്ഷേപം എവിടെയാണെന്ന് സംശയിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നെന്നോ നോക്കിയാൽ മതി, നിങ്ങളുടെ നിക്ഷേപം അവിടെ. നമ്മൾ എപ്പോഴും ഏത് വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നിക്ഷേപം ബാങ്കിലെ അക്കൗണ്ടിൻ്റെ കാര്യമൊക്കെയാണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ സ്വർഗത്തിലെ കാര്യങ്ങളാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും. അപ്പോൾ ഈ ഹൃദയം എവിടെ നോക്കി നമുക്കത് ശോധന ചെയ്യാൻ സാധിക്കും. വാക്യം 12 ഞാൻ വായിക്കുകയാണ്.
12-ാം വാക്യം, സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. ഇവിടെ കൊരിന്ത്യക്കാർ ചെയ്യുന്ന ഒരു സേവനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞല്ലോ, അവർ ഒത്തിരി കളക്ഷനൊക്കെ എടുത്ത് ജെറുസലേമിലെ വിശ്വാസികളെ സഹായിക്കാൻ അയക്കുന്നു. അതാ സേവനം. അപ്പോൾ ആ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു മാത്രമല്ല, ദൈവത്തിന് സമർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അത് അവിടെ സംഭവിക്കുന്ന കാര്യം പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ഈ സേവനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അത് ക്രിസ്തീയ സാഹിത്യത്തിൽ ഈ സേവനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സർവീസ്, മതപരമായ നമ്മുടെ ശുശ്രൂഷകളെ സംബന്ധിച്ചും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങളെ സംബന്ധിച്ചും സേവനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പൊതു പ്രവർത്തകരെയും അവർ സേവനം ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. സേവനം എന്നുള്ള വാക്കുകൊണ്ട് പൊതു പ്രവർത്തകരെയും മതത്തിൽ അല്ലെങ്കിൽ സഭയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ആത്മീയവും ലൗകികമായ അവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയും ഈ സേവനം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പല ഗുണങ്ങളുണ്ട്, പ്രതിഫലം നമുക്ക് കിട്ടും. ഞാൻ ഏതാനും വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5:16, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മളെല്ലാം വെളിച്ചമാണെന്നും കർത്താവ് പ്രകാശമാണ്, നമ്മളും ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കർത്താവ് നമ്മളെ വിശേഷിപ്പിക്കുക. നമ്മുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃക എന്നുള്ള നിലയിൽ അവർ പ്രകാശിക്കണം. അതെങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടി പ്രവർത്തിക്കരുത്, പക്ഷെ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണാൻ ഇടയാകും. ആ സൽപ്രവൃത്തികൾ കണ്ട് അവർ കർത്താവിന് മഹത്വം കൊടുക്കും. അപ്പം നിങ്ങളുടെ ആ പ്രകാശം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളും ഒക്കെയും ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാവരോടും നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി ഇതങ്ങ് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല, പരസ്യപ്പെടുത്തണ്ട. പക്ഷെ അവർ പോയി അതെല്ലാം പറയും. അതുപോലെ സംഭവിക്കും. നമ്മൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നെന്ന് കാണാൻ വേണ്ടി സ്റ്റേജിൽ കയറി ഇവർക്ക് സഹായം കൊടുത്ത് അതിന് ഫോട്ടോയൊക്കെ എടുപ്പിച്ച് പത്രത്തിലൊക്കെ പരസ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഇടത്ത് കൈ ചെയ്യുന്നത് വലത്ത് കൈ അറിയാതിരിക്കട്ടെ, വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയാതിരിക്കട്ടെ, ഇങ്ങനെ യേശു പഠിപ്പിച്ചത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകാശമായി മാറും, അവർ ദൈവത്തെ സ്തുതിക്കും എന്ന അർത്ഥം. കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. വേറൊരു വാക്യം, നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കണം. അത് ദൈവത്തിന് വളരെ സന്തോഷമാണ്. പിതാവ് മഹത്വപ്പെടും. യോഹന്നാൻ സുവിശേഷം 15-ാം 8-ാം വാക്യം, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് മഹത്വപ്പെടാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ധാരാളം ഫലം പുറപ്പെടുവിക്കണം. അങ്ങനെ ധാരാളം ഫലം പുറപ്പെടുവിച്ചാൽ ശിഷ്യന്മാരാണ്. അപ്പോൾ ശിഷ്യന്മാരാണെങ്കിൽ പിതാവ് മഹത്വപ്പെടും. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ധാരാളം എന്നുള്ള വാക്ക് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ, മിടുക്കരാ പിള്ളേർ, നമ്മൾ സ്കൂളിൽ വിട്ടു, അവന് ഒരു വിഷയത്തിന് കിട്ടിയ മാർക്ക് 100-ൽ 80, സന്തോഷമല്ലേ? അവനെ നമ്മൾ അനുമോദിക്കുന്നു. പക്ഷേ ഈ 80 കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടത്തില്ല. നമ്മൾ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. അടുത്ത പ്രാവശ്യം 100-ൽ 100 വാങ്ങിക്കണം മോനെ എന്ന് നമ്മൾ ഉത്സാഹിപ്പിക്കും. വിത്ത് വിതച്ച് അത് വളർന്നു വരുമ്പോൾ ആത്മീയമായ അർത്ഥത്തിൽ യേശു കർത്താവ് പറഞ്ഞതാണ്, ചില വിത്ത് ചെടി സസ്യങ്ങൾ വളർന്നു വന്ന് 30 മേനി ഫലം, മറ്റത് 60 മേനി ഫലം, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. എല്ലാം നല്ലത് തന്നെ. 30 മേനി, 60 മേനി, 100 മേനി. അപ്പോൾ ചിലർ വിചാരിക്കും 30 മേനി ആയാലും ദൈവത്തിന്
100 മേനിയും ഫലം പുറപ്പെടുവിക്കണം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, പിതാവിൻ്റെ മഹത്വം ആണത്. നമ്മൾ ശിഷ്യന്മാരാണെന്നുള്ള ഉറപ്പ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മൾ കൂടുതൽ പുറപ്പെടുവിക്കണം. ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, പൂർണ്ണമായും കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് ഒരാവശ്യമാണ്. 1 കൊരിന്ത്യർ 6-19-20 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. വലിയൊരു വിശ്വാസ സത്യമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അത് ദൈവദത്തമാണ്. ദൈവം നമ്മളിലേക്ക് അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയല്ലേ പരിശുദ്ധാത്മാവിനെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ദേവാലയം തകർക്കുവീൻ, ഞാൻ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. യേശു പറഞ്ഞത് അവൻ്റെ ശരീരമാകുന്ന ആ ദേവാലയത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെയും ആ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. വൃത്തികേടാക്കി കളയരുതെന്ന ചുരുക്കം. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കർത്താവ് വിലയ്ക്ക് വാങ്ങിയാണ്, അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവൻ്റെ മക്കളാക്കി എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മളെ ആക്കി തീർത്തു. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതുകൊണ്ട് നമുക്കൊരു കടമയുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആത്മാവുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഇങ്ങനെ അങ്ങ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ പറഞ്ഞത്, കാരണം നമ്മുടെ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത്രയും പ്രാധാന്യം അതിനുണ്ട്. മലിനപ്പെടുത്തരുത് എന്ന് തന്നെയുമല്ല, ശരീരം കൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. അതിൻ്റെ കടമ, ചുമതല നമുക്ക് ഉണ്ട് എന്ന് ചുരുക്കം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ 4 കാരണങ്ങൾ പത്രോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിയിട്ടുണ്ട്. 1 പത്രോസ് 2:9, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ യഹൂദന്മാർ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞ വാചകമാണോ? പഴയ നിയമത്തിൽ അവരെക്കുറിച്ചൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ക്രിസ്ത്യ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വംശമാണ് ക്രിസ്ത്യ വിശ്വാസികളാകുന്ന വംശം. രാജകീയ പുരോഹിത ഗണമാണ്. യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തിലും അവൻ്റെ പൗരോഹിത്യത്തിലും നമുക്കൊരു പങ്കുണ്ട് എന്നർത്ഥം. രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ നമ്മൾ വിശുദ്ധ ജനം തന്നെ, വിശുദ്ധ ജനമാണ്. 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണ്. അതോർത്തോണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ആണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് 2 കൊരിന്ത്യർ 9-11 വാക്യങ്ങളാണ്. സമയം അനുവദിച്ചത്, അല്ലെങ്കിൽ സമയം ഇച്ചിരി ദീർഘിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ചുരുക്കുകയാണ്. കർത്താവ് നമുക്ക് സമ്പത്ത്, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മീയ സമ്പത്ത് ധാരാളം ഉണ്ട്. ബഹുമതിയും സകലതും അവൻ്റെ കയ്യിലുണ്ട്. അവൻ വല്ലതും തന്നാൽ അതിൽ ദുഃഖം കലർത്തിയല്ല തരുന്നത്. അപ്പോൾ ഈ ആത്മീയമായ ഈ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒരു 4-5 നമ്പരിട്ട് ഞാൻ പറഞ്ഞു. അത് ഓർത്തിരുന്ന് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണം. അങ്ങനെ ശിശുക്കളെ പോലെ ഇപ്പോഴും അങ്ങ് ആയിരുന്നാൽ പോരാ, നമ്മൾ വളർച്ച പ്രാപിച്ച് പക്വത പ്രാപിക്കണം.
ഞാൻ 2ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിന് 3ാം ക്ലാസ്സിലും കൂടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിക്കളയരുത്. ജീവിതാന്ത്യം വരെയും നമ്മളിത് പഠനം തുടരണം. ദൈവത്തിൻ്റെ വചനം ബൈബിൾ പഠിച്ചിരിക്കണം. അതിനെ വ്യാഖ്യാനിക്കുന്ന പല പുസ്തകങ്ങളുണ്ട്. അത് പണ്ഡിതരായ ആൾക്കാർ പറഞ്ഞതും അങ്ങനെ ഉള്ളത് എടുത്ത് വായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിൻ്റെ കൂടുതലാശയങ്ങൾ തരും. ആഴമായ ആശയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ അത് നമ്മുടെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരണം. പിന്നീട് നമ്മൾ അവസാനം നമ്മൾ 12ാം വാക്യത്തിൽ പറഞ്ഞത് സേവനം എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ സേവനത്തിൻ്റെ പ്രാധാന്യം, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെയും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പഠനത്തിൽ ജ്ഞാനത്തിൽ ആഴപ്പെടണം. അതുകൊണ്ടാണ് യേശു ഒരു ഉപമ പറഞ്ഞപ്പോൾ ഈ 2 ആൾക്കാർ ഭവനം പണിയാൻ തുടങ്ങി. ഒരാൾ മണൽപ്പുറത്തങ്ങ് പണിതു, മറ്റേ ആൾ വാനമെടുത്ത് ആഴത്തിലെടുത്ത് പാറമേൽ പണിതു. വലിയ ജലപ്രളയമൊക്കെ ഉണ്ടായി, കൊടുങ്കാറ്റടിച്ചു ഒക്കെ പറ്റി. ആദ്യത്തെ ആൾ മണൽപ്പുറത്ത് പണിതവിൻ്റെ അങ്ങ് വീണുപോയി, മറ്റേത് വീണുപോയില്ല. ആഴത്തിൽ പണിത്, ആഴത്തിൽ ജ്ഞാനം, ക്രിസ്തുവാകുന്ന ആ പാറമേൽ പണിതു. അവൻ്റെ പക്വതയാർന്ന ജ്ഞാനം അവനുണ്ടായിരുന്നു, ആത്മീയ സമ്പത്ത് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ബലവത്തായിട്ട് പണിയാൻ അവൻ സാധിച്ചു. ഞങ്ങളെ പോലെ കാറ്റത്ത് ആടുന്നതായിരുന്നില്ല അവൻ്റെ അറിവിജ്ഞാനവും. അവൻ്റെ ഉറപ്പുള്ളതായിരുന്നു. അത് വീണുപോകത്തില്ല, അത് വീണുപോകത്തില്ല. പക്വതയാർന്ന ഒരു അറിവ് ജ്ഞാനം അവന് ലഭിച്ചു. നമ്മൾ പക്വതയാർന്ന ജ്ഞാനവും സമ്പാദിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പൊതുവിൽ ചിന്തിച്ചത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പക്വതയാർന്ന ആത്മീയരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകളിലൂടെ ചുരുക്കുന്നു. 80ാമത്തെ എപ്പിസോഡിൽ തുടർന്ന് ഉള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.